അങ്ങനെ 2025 നീറ്റ് റിസൾട്ട് വന്നു. നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം നീറ്റ് റിസൾട്ടിലെ സ്കോർ കാർഡ് അതെല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് വരുത്തുക. മുന്നോട്ടുള്ള നമ്മളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ, കൗൺസിലിംഗ് പ്രോസസ്സുകളിലെല്ലാം നമുക്ക് ഇത് ആവശ്യമായി വരും. അപ്പോൾ ആദ്യം നമ്മൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തു. ഇനി നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് അറിയാം ആ സ്കോർ കാർഡിൽ നമ്മളുടെ സ്കോർ, റാങ്ക്, കാറ്റഗറി ഉണ്ടെങ്കിൽ കാറ്റഗറി റാങ്ക് ഇതെല്ലാം നമ്മൾ കണ്ടു മനസ്സിലാക്കി. ഇനി നമ്മൾ എലിജിബിൾ ആണോ അല്ലേ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. ഓരോ കാറ്റഗറി വൈസ് ചെയ്തുള്ള കട്ട് ഓഫ് സ്കോറുകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം 144 ആണ് ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് സ്കോർ. ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് 144 മുകളിൽ സ്കോർ കിട്ടിയിരിക്കുന്ന എല്ലാവർക്കും ഓൾ ഇന്ത്യ തലത്തിൽ MBBS, BDS ഉൾപ്പെടെയുള്ള മെഡിക്കൽ, അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ കൗൺസിലിംഗ് പ്രോസസ്സിൽ പങ്കെടുക്കാവുന്നതാണ്. എബ്രോഡായിട്ടുള്ള MBBS പഠനം ആഗ്രഹിക്കുന്നവർക്കും 144 സ്കോറിന് മുകളിലുള്ളവർക്ക് ആ പഠനം സാധ്യമാണ്. ഇത്രമാത്രം കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഇനി ഇന്ത്യയിൽ MBBS സീറ്റുകൾ എത്രമാത്രം? ഏകദേശം 1,18,000-ലധികം സീറ്റുകൾ. അത് ഈ വർഷം കുറച്ചും കൂടി കൂടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. NMCയുടെ സൈറ്റിൽ പറഞ്ഞിരിക്കുന്നതിന് പ്രകാരമാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ കേരള സ്റ്റേറ്റിൽ ഏകദേശം 4,800ഓളം സീറ്റുകൾ, MBBS സീറ്റുകൾ ഗവൺമെൻറ് പ്രൈവറ്റ് മേഖലകളിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. അതിൽ 4,800-ൽ ഏകദേശം 1,400ഓളം സീറ്റുകൾ നമ്മളുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ, 12 മെഡിക്കൽ കോളേജുകളിലായിട്ട്. അതിൽ ഈ സീറ്റുകളിൽ റിസർവേഷൻ ബേസ് ചെയ്തും ഓൾ ഇന്ത്യ കോട്ട 15% സീറ്റുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്റ്റേറ്റ് മെരിറ്റിൽ, അതിന് ശേഷമാണ് സ്റ്റേറ്റ് മെരിറ്റിലെ സീറ്റുകളുടെ എണ്ണം. ഇങ്ങനത്തെ വസ്തുതകളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം ഈ ദിനങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോ വഴി നിങ്ങളോട് ഷെയർ ചെയ്യുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നീറ്റ് സ്കോർ വന്ന് ഏറ്റവും ടോപ്പ് സ്കോറുകാർ എയിം ചെയ്യുന്നത് MBBS, അതിനുശേഷം BDS, ആ തലത്തിലേക്കാണ്. ഇപ്പോൾ MBBS, BDS അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ 2 തലങ്ങളിൽ, ഗവൺമെൻറ് സീറ്റിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലകളിൽ, അത് എല്ലാ നീറ്റ് സ്കോറിനെ അടിസ്ഥാനമാക്കി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നീറ്റ് സ്കോർ കമ്പാരിസൺ, കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക്, കേരള ലാസ്റ്റ് റാങ്ക്, സ്റ്റേറ്റ് വൈസ് ഉള്ള കൗൺസിലിങ്ങിലെ ലാസ്റ്റ് റൗണ്ട്, 4ാമത്തെ റൗണ്ടിൽ എപ്രകാരമായിരുന്നു ഓരോ മെഡിക്കൽ കോളേജുകളിൽ MBBS കോഴ്സിന് അഡ്മിഷൻ കിട്ടിയത് അല്ലെങ്കിൽ BDSന് അഡ്മിഷൻ കിട്ടിയത്, അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലകളിൽ എപ്രകാരമാണ് എന്നുള്ളത് മറ്റൊരു വീഡിയോ വഴി ദർശന അക്കാഡമിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഇന്ന് പൊതുവായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ദിനങ്ങളിലായിരിക്കുമ്പോൾ ഈ നീറ്റ് അപ്ലൈ ചെയ്തപ്പോൾ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ പേജ് നമ്പർ 29 മുതൽ 34 വരെയുള്ള പേജുകളിലെ കാര്യങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അതിനുള്ളിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അതിനുശേഷം പേജ് നമ്പർ 70 ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ ഈ പറഞ്ഞ ചാപ്റ്റർ 15-ൽ നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, കോട്ട ഓഫ് സീറ്റ്, റിസർവേഷൻ, അങ്ങനത്തെ ചില കാര്യങ്ങൾ ബേസ് ചെയ്ത് പ്രത്യേകിച്ച് ആയുഷ് വിഭാഗത്തിലെ കോഴ്സസ് ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ് ആ പേജിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻഫർമേഷൻ ബുള്ളറ്റിനിലെ 70ാമത്തെ പേജിൽ. അതും ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ കൗൺസിലിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. 2 തലത്തിലുള്ള കൗൺസിലിംഗ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ഉണ്ട്, സ്റ്റേറ്റ് വൈസ് കൗൺസിലിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ 15% സീറ്റുകൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിൽ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉണ്ട്. അതിൽ നമ്മളുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ സപ്പോസ് 100 സീറ്റാണ് എന്നുണ്ടെങ്കിൽ ആ 100-ൽ 15 സീറ്റ് ഓൾ ഇന്ത്യ കോട്ട റിസർവ്ഡ് ആണ്. ബാക്കി 85 സീറ്റിലേക്കാണ് നമ്മളുടെ സ്റ്റേറ്റ്, കേരള സ്റ്റേറ്റിലെ കുട്ടികൾക്ക് വേണ്ടി അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ നടക്കുക. അപ്പോൾ ആദ്യം ഓൾ ഇന്ത്യ തലത്തിൽ എല്ലാ 500-ലധികം മെഡിക്കൽ കോളേജുകളുണ്ട്. അപ്പോൾ അവിടേക്കുള്ള 15% സീറ്റുകളിലേക്കുള്ള കൗൺസിലിംഗ് ഓൾ ഇന്ത്യ കോട്ട. ഈ കൗൺസിലിംഗ് പ്രോസസ്സ്, അതിൻ്റെ ഷെഡ്യൂള്, മറ്റു കാര്യങ്ങൾ
എല്ലാം തീരുമാനിക്കുക നമ്മളുടെ NMC ആണ്. ഓക്കെ, അതിൽ NMC ആ ഒരു ഡിസിഷൻ നമുക്ക് കൗൺസിലിംഗ് ഷെഡ്യൂൾ നൽകും. ആദ്യം ഓൾ ഇന്ത്യ കൗൺസിലിംഗ് എങ്ങനെയാണ്, അത് MCC ആണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് കൗൺസിലിംഗ് എപ്രകാരമാണ് ഷെഡ്യൂൾ, ഓൾ ഇന്ത്യയുടെ ഷെഡ്യൂളിന് പാരലലായിട്ട് സ്റ്റേറ്റ് വൈസ് ഉള്ള ഷെഡ്യൂളും നമുക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ അത് ഏകദേശം ജൂൺ മാസം അവസാനം അല്ലെങ്കിൽ ജൂലൈ ആദ്യമാകുമ്പോഴത്തേനും അത് ലഭ്യമാകുമെന്ന് കരുതുകയാണ് ഷെഡ്യൂള്. സോ അതിന് തൊട്ടടുത്ത് തന്നെ കൗൺസിലിങ്ങിൻ്റെ പ്രോസസ്സ് നടപടിക്രമങ്ങൾ നടക്കുന്നതാണ്. ഇതിൽ ഇപ്പോൾ കാണുന്ന നീറ്റ് ഓൾ ഇന്ത്യ കോട്ടയുണ്ട്, അതിനുശേഷം നീറ്റ് സ്റ്റേറ്റ് കോട്ടയുണ്ട്, പിന്നെ ആയുഷ് കൗൺസിലിംഗ് അത് വേറെ വെബ്സൈറ്റ് വഴിയാണ് കേട്ടോ. അതിൻ്റെ പ്രോസസ്സുകളെല്ലാം നടക്കുക എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി ഈ ദിനങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സൈറ്റുകൾ, ഒന്ന് നമ്മുടെ കേരള കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ, അത് പ്രത്യേകമായിട്ട് നമ്മൾ നിരന്തരം സന്ദർശിക്കുക. നമ്മുടെ നീറ്റ് സ്കോർ കാർഡിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, റോൾ നമ്പർ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ലിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്കോർ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടേക്ക് ആവും. അതിനുശേഷമാണ് കേരളത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക, കേരള റാങ്ക് ലിസ്റ്റ്. അത് അനുസരിച്ചായിരിക്കും നമുക്ക് MBBS BDS കോഴ്സുകളിലെ സ്റ്റേറ്റ് വൈസ് അലോട്ട്മെൻറ്റുകൾ ആ റാങ്കിനെ അടിസ്ഥാനമാക്കി. അതിൽ നമുക്ക് റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള അവസരവും ഉണ്ടാവും. അതിൽ പ്രത്യേകമായിട്ട് PWD കാറ്റഗറിയിലുള്ള ആൾക്കാർ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ വെരിഫിക്കേഷൻ മറ്റു കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ ട്രിവാൻഡ്രം ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ അതിൻ്റെ ഇൻഫർമേഷനും ഈ സൈറ്റിനുള്ളിൽ വരും. അപ്പോൾ ആ തലത്തിലുള്ള കുട്ടികൾ അതിൻ്റെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുമല്ലോ. അതോടൊപ്പം തന്നെ NRI കാൻഡിഡേറ്റ്സ്, ഓൾറെഡി NRI സീറ്റ് അപ്ലൈ ചെയ്തവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുള്ള നടപടികൾ പ്രകാരമാണെന്നുള്ളത് ഇതിനുള്ളിൽ പറയും. ഇനി ആരെങ്കിലും NRI സീറ്റിൽ അപ്ലൈ ചെയ്യാൻ, പുതിയതായിട്ട് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള അവസരവും അതിനുള്ളിൽ ഉണ്ടായിരിക്കുന്നതാണ്. മാത്രം കാര്യങ്ങളാണ് റീസെൻ്റ് ആയിട്ട് കേരളയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നീറ്റ് പരീക്ഷ എഴുതിയ എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ട് ഇതിനുള്ളിൽ അവരവരുടെ മാർക്കുകൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ മറന്ന് പോകരുത്. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു വെബ്സൈറ്റാണ് NMCയുടെ. അതിനുള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഷെഡ്യൂൾ, കൗൺസിലിംഗ് ഷെഡ്യൂളുകൾ, അതുപോലെ തന്നെ പ്രോസസ്സുകൾ, MBBSൻ്റെ ക്ലാസ്സുകൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻസ് ഈ വെബ്സൈറ്റ് വഴി ഒഫീഷ്യലായിട്ട് ലഭ്യമാകുന്നതാണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത എന്ത് കാര്യങ്ങൾ ഈ പറഞ്ഞ വെബ്സൈറ്റുകളിൽ ഒഫീഷ്യലായിട്ട് ഇൻഫർമേഷൻ ലഭ്യമാകുന്നു അതെല്ലാം തന്നെ നിങ്ങളിലേക്ക് ദർശന അക്കാഡമി എത്രയും നേരത്തെ തന്നെ എത്തിക്കുന്നതാണ്. ഇനി നമ്മുടെ MCCയുടെ വെബ്സൈറ്റാണ്. അവിടെയാണ് നേരത്തെ പറഞ്ഞ ഓൾ ഇന്ത്യ തലത്തിലുള്ള കൗൺസിലിംഗ്, ഓൾ ഇന്ത്യ കോട്ട 15% സീറ്റ്, എയിംസ്, ജിമ്മർ, അതോടൊപ്പം തന്നെ BSc നേഴ്സിംഗ്, ചില കോളേജുകളിലേക്ക് BSc നേഴ്സിംഗിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ്, അതുകൂടാതെ നമ്മളുടെ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അലോട്ട്മെൻറ്റ് മറ്റു പ്രോസസ്സുകൾ, അതിൻ്റെ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റുകളെല്ലാം ഈ MCCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ MCC കൗൺസിലിംഗ്. അപ്പോൾ ഈ വെബ്സൈറ്റും നിരന്തരം സന്ദർശിക്കുക. അപ്പോൾ അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രധാനമായിട്ട് 2 വെബ്സൈറ്റാണ്, ഒന്ന് MCCയുടെയും മറ്റൊന്ന് കേരളയുടെയും വെബ്സൈറ്റ്. അത് ശ്രദ്ധിക്കുമല്ലോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ MCC കൗൺസിലിങ്ങിൽ 15% ഓൾ ഇന്ത്യ കോട്ട, 20ഓളം എയിംസിലേക്കുള്ള അഡ്മിഷൻസ് അലോട്ട്മെൻറ്റുകൾ, 2 ജിമ്മർ, പോണ്ടിച്ചേരി ഉൾപ്പെടെയുള്ള 2 ജിമ്മറിലേക്ക്, 45 ഡീംഡ് യൂണിവേഴ്സിറ്റിയിലേക്ക്. കേരള വെബ്സൈറ്റിലെ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിക്കൽ കൂടി നീറ്റ് സ്കോർ കാർഡ് സബ്മിഷൻ്റെ കാര്യം മറക്കരുത്. പിന്നെയുള്ളത് എന്ന് പറഞ്ഞാൽ ഈ കൗൺസിലിങ്ങിന് പങ്കെടുക്കുമ്പോൾ നമുക്കൊരു ഫീസ് ഏകദേശം ഓൾ ഇന്ത്യ കോട്ടയിൽ 1000 രൂപയാണ്. കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കാണ്. അതിന് സമാനമായിട്ടുള്ള ഒരു രൂപത്തിലായിരിക്കാം ഈ പ്രാവശ്യവും രജിസ്ട്രേഷൻ ഫീസ് കൗൺസിലിങ്ങിനുള്ളത് ഉണ്ടാവുക എന്നുള്ളത്. അത് നോൺ റീഫണ്ടബിൾ ആണെന്നുള്ളത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൂടാതെ സെക്യൂരിറ്റി ഫീസും ആവശ്യപ്പെടും, അത് റീഫണ്ടബിൾ ആണ്. അതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കൗൺസിലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ആയുഷ് മേഖലയിലേക്ക് ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി ആ കോഴ്സുകളിലേക്ക് അഡ്മിഷൻസ് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വെബ്സൈറ്റ് നിരന്തരം അതും ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. അത് ഈ വെബ്സൈറ്റിനുള്ളിലായിരിക്കും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള അപ്ഡേറ്റഡ് ഇൻഫർമേഷൻസ് നൽകുക.
അതുപോലെ തന്നെ വെറ്റിനറി ആയിട്ട് റിലേറ്റ് ചെയ്ത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഈ വെബ്സൈറ്റ് ഇതിലായിരിക്കും വെറ്റിനറി ആയിട്ട് റിലേറ്റ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ നടപടിക്രമങ്ങൾ കുറച്ചും കൂടെ വൈകിയായിരിക്കും, ജൂലൈ അവസാനം ആഗസ്റ്റ് ഒക്കെ ആകുമ്പോഴായിരിക്കും ആയുഷിൻ്റെയും വെറ്റിനറിയുടെയൊക്കെ വരിക. ആദ്യം നമ്മുടെ MBBS BDS MCC, അതിനുശേഷം സ്റ്റേറ്റ് വൈസ് ഉള്ള കൗൺസിലിങ്, ദെൻ അതിനുശേഷം അവസാന ആ റൗണ്ടിലേക്കൊക്കെ എത്തുമ്പോഴായിരിക്കും ഇവിടുത്തെ ഈ പറഞ്ഞ ആയുഷിൻ്റെയും വെറ്റിനറിയുടെയൊക്കെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ആരംഭിക്കുക. ഓക്കെ, പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ NTA ഒഫീഷ്യലായിട്ട് തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. AFMCയിൽ നഴ്സിംഗ് പഠനം ആഗ്രഹിക്കുന്നവർ നീറ്റ് പരീക്ഷ എഴുതണമെന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ളത്. ഇനി അവിടേക്ക് നഴ്സിംഗിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരുടെ AFMCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് joinindianarmy.nic.in, മിലിറ്ററി നഴ്സിംഗ് ആഗ്രഹിക്കുന്നവർ ഈ സൈറ്റ് വഴി അവിടെ അതിൻ്റെ രജിസ്ട്രേഷൻ മറ്റു പ്രോസസ്സുകൾ നടത്തണം. അത് ഈ ആഴ്ചയിൽ, ജൂൺ മാസം ഈ ആഴ്ചകളിലൊക്കെ ആയിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് മറ്റും വരാനുള്ള സാധ്യതയുണ്ട്. സോ അത് ഈ വെബ്സൈറ്റും കീപ്പപ്പ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ, അപ്പം നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കണ്ടു. അതിൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് നമ്മുടെ സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ ഇന്ന പേജുകളൊക്കെ അതിലെ ഇൻഫർമേഷൻ വായിക്കണമെന്നുള്ളത് പറഞ്ഞു. പിന്നെ കൗൺസിലിംഗ് ഷെഡ്യൂളുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി നമുക്ക് കട്ട് ഓഫ് സ്കോർ എത്രയാണെന്നുള്ളത് കിട്ടി. ഇനി സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫ്, കഴിഞ്ഞ വർഷം ഇന്ന സ്കോർ കിട്ടിയപ്പോൾ ഇന്ന മെഡിക്കൽ കോളേജിൽ കിട്ടി, അത് ഈ വർഷം ഏത് സ്കോറിൽ അവിടെ അഡ്മിഷൻ കിട്ടാം, കാറ്റഗറി വൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ വഴി ദർശന അക്കാഡമിയിൽ നിന്ന് ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.